ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ കിഴക്കൻ രാജ്യമായ കെനിയ. ആ രാജ്യത്തിലെ ഒരു കൊച്ചു ഗ്രാമം. അവിടെ ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു 9 വയസ്സുകാരിയായ പെൺകുട്ടി. ഈ കാണുന്നത് ഒരു സിനിമ ഷൂട്ടിംഗ് അല്ല. ഈ നിൽക്കുന്ന പെൺകുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവൾക്ക് പറക്കാൻ കഴിയും. വലിയ വലിയ ഭാരങ്ങൾ ഉയർത്താൻ കഴിയും. ഒരു യഥാർത്ഥ സൂപ്പർ ഹീറോ പോലെ അവൾക്ക് ശത്രുക്കളെ നേരിടാൻ കഴിയും. പക്ഷേ ഈ അത്ഭുതങ്ങൾക്കെല്ലാം പിന്നിൽ ഹൃദയം തകർക്കുന്ന മറ്റൊരു സത്യമുണ്ട്. ഈ കുട്ടിക്ക് ജീവിതം മുന്നിലുള്ളത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. അത് അവൾക്കറിയാം. മരണം കാത്തു നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരു ഗ്രാമം മുഴുവൻ ചേർന്ന് എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ ആക്കിയത്? ഈ സിനിമ നിങ്ങളെ കരയിപ്പിക്കും, ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യും. എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കഥ കേട്ടല്ലോ. നമ്മുടെ ഈ കഥയിലെ കൊച്ചുമിടുക്കിയുടെ പേരാണ് ജോ. പാവം, ആ കുഞ്ഞിന് വലിയൊരു അസുഖമായിരുന്നു. തൻ്റെ കുഞ്ഞുടുപ്പിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ വലിയ വേദന അവൾ ആരോടും പറഞ്ഞില്ല. കാരണം അവൾക്ക് ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. ഈ ലോകത്തെ രക്ഷിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആകണം. പക്ഷെ അവളുടെ അമ്മയ്ക്ക് അത് കണ്ടു നിൽക്കാനാവില്ലായിരുന്നു. സ്വന്തം മകൾ ഓരോ ദിവസവും വാടി തളർന്ന് നോക്കി നിൽക്കുന്ന ആ അമ്മയുടെ നെഞ്ചുരുകയായിരുന്നു. എൻ്റെ മകൾക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ എന്ന് ആ അമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ ജോയുടെ ചേച്ചി ബെറ്റി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ ആ ഗ്രാമത്തിലെ എല്ലാവരെയും അടുത്ത് വിളിച്ചു. ആ എല്ലാവരും കൂടി ജോയ്ക്ക് വേണ്ടി ചെയ്ത് എന്താണെന്നറിയൂ? ജോ കൈവീശുമ്പോൾ വലിയ മരങ്ങൾ അനങ്ങാൻ അവർ പിന്നിൽ നിന്ന് കയറ് കെട്ടി വലിച്ചു. അവൾ വരുമ്പോൾ വലിയ കള്ളന്മാർ പേടിച്ചോടുന്നത് പോലെ അവർ അഭിനയിച്ചു. അവൾക്ക് വേണ്ടി ആ ഗ്രാമം മുഴുവൻ ഒരു വലിയ നുണ പറഞ്ഞു. പക്ഷെ ആ നുണ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒന്നായിരുന്നു. ഒടുവിൽ അവൾക്കായി അവർ ഒരു സിനിമ തന്നെ അങ്ങോട്ട് നിർമ്മിച്ചളഞ്ഞു. മരണം അവളെ തേടി എത്തുന്നതിന് മുൻപ് ആ ഗ്രാമം അവൾക്ക് നൽകിയത് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. വെറുമൊരു രോഗിയായല്ല, മറിച്ച് ഒരു പോരാളിയായി, ഒരു സൂപ്പർ ഹീറോയായി ജോ എല്ലാവരുടെയും മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. മരണത്തെപ്പോലും പുഞ്ചിരിയോടെ നേരിടാൻ ഒരു ഗ്രാമം മുഴുവൻ ഒരു കൊച്ചു പെൺകുട്ടി കൂട്ടുന്ന ഈ മനോഹരമായ ചിത്രത്തിന്റെ പേര് സൂപ്പർ മോഡോ എന്നാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഹൃദയസ്പർശിയായ കൂടുതൽ കഥകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.